റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ എൻക്വയറി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ നമുക്കൊക്കെ ഈ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അറിഞ്ഞൂടാ. അതാണ് ശരി, ബന്ധുക്കൾക്ക് അറിഞ്ഞൂടാ. കാരണം അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള കുട്ടിയെക്കുറിച്ച് വേറൊരു ബാക്ക് ഒരു ഇല്ല. വളരെ നല്ല സ്വഭാവവും വളരെ ഈശ്വര ഭക്തിയും അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷേ ആരെങ്കിലും ട്രാപ്പിൽ വീണതാണോ ഒന്നും നമുക്കറിയില്ല. അതിനിപ്പോൾ അത് നല്ല അടുപ്പായിരുന്നു. കാരണം ഒരേ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവരാണ് അടുത്ത ഫ്രണ്ടായിട്ടുള്ളത്. ആ കുട്ടിക്ക് അവരോട് വരാറുണ്ട്, അങ്ങോട്ട് ബന്ധപ്പെടാറുണ്ട്, ഒക്കെ ഉണ്ട്. അല്ല അത് കൂടുതൽ നമുക്ക് പറഞ്ഞൂടെ. ഇപ്പോൾ കുട്ടികളെ കാര്യമില്ല, അവരെ പെൺകുട്ടികൾ ഫോൺ ചെയ്യണമൊക്കെ നമ്മൾ അത് വേറെ പുരുഷനായിട്ടാണ് ബന്ധമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. ഇത് അങ്ങനെയല്ല, ഒരു കൂടെ ഉള്ളൊരു സ്റ്റാഫിൻ്റെ കൂടെ. അപ്പോൾ അത് ശരി, ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ വീട്ടുകാരും അതിനകത്ത് വേറെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു, അങ്ങനെ ഇതായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ അയക്കത്തില്ല. അവർ ഫ്രീ ആയിട്ട് അവർ കോട്ടയത്തോടെ പോയ സമയത്തായിരുന്നു ആ കുട്ടി പോയത്. അപ്പം പ്രീ പ്ലാനിൻ്റെ മറ്റവർ ചെയ്തതായിരിക്കാം എന്നാണ് നമ്മുടെ വിഷയം. വളരെ ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്വഭാവവും ഒന്നുമില്ല. ആ കുട്ടി വളരെ ഇതാണ്, അടുപ്പമാണ്. ഏത് കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിൽ പോവും, വളരെ കാര്യങ്ങളെല്ലാം ചെയ്യും, എല്ലാവരുടെയും വളരെ ഒബീഡിയൻ്റാണ് ആ കുട്ടി ബിഹേവ് ചെയ്യുന്നത്. അതിപ്പോൾ ഓരോരുത്തർ അത് ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? രാത്രി ബെഡ്റൂമിൽ കയറി ഇന്റർനെറ്റ് ഉപയോഗിച്ചത് നമുക്കറിയാൻ പറ്റും. വിവാഹത്തിന്റെ താല്പര്യത്തിനാണ് എല്ലാ കാര്യത്തിനും സാരി എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം കുട്ടി സജീവമായിട്ട് നിൽക്കുകയും അതിൻ്റെ ഇഷ്ടമനുസരിച്ച് തന്നെ കാര്യങ്ങൾ ഇവിടെ വീട്ടുകാർ ചെയ്തു കൊടുത്ത് ഒരു തടസ്സവും ഇല്ല. അവർക്ക് വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആയിരിക്കാനാണ് സാധ്യതയെന്ന് ഞാൻ എന്നെപ്പോലുള്ളവർ ഊഹിക്കുന്നു. അത് അറിഞ്ഞുകൂടാ. അതിപ്പോൾ നിങ്ങൾ ഈ പത്രത്തിൽ കണ്ടതും ന്യൂസ് ചാനലിൽ കേട്ടതുമൊക്കെ നമുക്ക് അറിയാവും. തീർച്ചയായിട്ടും വിശദമായിട്ട് അന്വേഷിച്ച് എന്താണെന്ന് സത്യാവസ്ഥ കണ്ടുപിടിക്കണ്ടേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളരെ നിരപരാധിയായ ഒരു കുട്ടി, വളരെ കൂളായിട്ട് നടക്കുന്ന, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മുടെ സംസ്ഥാനത്തേക്ക് വാസത്തിൽ ഇത് വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണിത്. അത് അന്വേഷിക്കേണ്ട ചുമതലയാണ്. സ്കൂളിൽ അവസാനം വരെ പോകും, ഒക്കെ നല്ല താല്പര്യമാണ്. വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. ആ കാര്യത്തിലൊക്കെ പോകും, വളരെ സജീവമാണ്, എല്ലാ കാര്യത്തിലും ഉണ്ട്. സ്കൂളിൽ പോയതാ. ഇതിപ്പോൾ നിങ്ങൾ ഈ ഗേറ്റൊക്കെ അടച്ചിരിക്കുന്നതെന്നറിയാം. ആ കുട്ടിയുടെ അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് കുട്ടിയെ കാണാനില്ല എന്നറിയാം. സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിനുശേഷം അതിന് അമ്മയ്ക്ക് സുഖമില്ലാതായി. അതിന് അൺകോൺഷ്യസ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ചവിടെ കിടക്കുകയാണ്. ഞങ്ങളാരും എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മകൻ്റെ മോളാണ്. എൻ്റെ പേര് ഗിരിധര ഗോപൻ എന്നാണ് എൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഇവിടെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും പരസ്പരം അറിയും, പരസ്പരം. ഇപ്പം ഞങ്ങൾ കുട്ടി നമുക്ക് പോലും എൻ്റെ അമ്മയെ കണ്ട് ഞാൻ ഇന്നലെ രാത്രി അതിനകത്ത് വന്നതാണ്. അതിനോട് നമുക്ക് പറയാൻ പറ്റില്ല, അവരറിഞ്ഞിട്ടുമില്ല. വളരെ ഇതിലാണ്. ചേട്ടൻ എന്തിനു വന്നു എന്നാണ് ഞാൻ രാത്രി ഇന്നലെ വന്നപ്പോൾ ചോദിച്ചത്. അപ്പോൾ ഇപ്പോഴും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെയൊക്കെ കണ്ടൊരു പ്രശ്നം പേടിച്ച് ഒരു സഡനായിട്ടൊരു ഇത് വന്നാൽ ഞാനിപ്പോൾ പറഞ്ഞു വീട്ടിൽ അവരെങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കുക. ആ കുട്ടി എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയെന്നോ ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞാൽ ഗ്രാജുവലായിട്ട് നമ്മൾ കാര്യം പറയാം. അതില്ലെങ്കിൽ പെട്ടെന്നൊരു ഷോക്ക് വന്നാൽ അടുത്തൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണം. ഇതാണ് സത്യാവസ്ഥയാണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇവിടെ ഒളിക്കാവുന്നില്ല, നിങ്ങളോട് പറയും. വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒക്കെ ചെയ്യാം. പിന്നെ പോലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയാമല്ലോ. അവരെല്ലാം ഇവിടെ പോലീസ് പാർട്ടിയായിട്ടാണ് പോയിട്ടുള്ളത്. കുട്ടിയുടെ മാമൻ ഉൾപ്പെടെ പുള്ളിയുടെ മാമനും അതിൻ്റെ 2 സുഹൃത്തുക്കളും പോലീസും അവർ ഇന്നലെ ഈ രാത്രി വരെ എത്തിയില്ല. മിക്കവാറും ഇന്ന് രാവിലെ എത്തി അവർ അതിൻ്റെ അടുത്ത പ്രൊസീജിയർ എല്ലാം നടത്തി. ബാക്കി നടത്തിയതിന് ശേഷം അവർ ഇങ്ങോട്ട് വിളിച്ചില്ല. അപ്പം വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രഹസ്യമായിട്ടൊന്നും ചെയ്യാൻ കൊള്ളില്ല. പരസ്യമായിട്ട് ഇവിടെ നമുക്കൊക്കെ വലിയ പ്രയാസമുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊരാകാംക്ഷയുണ്ട്. കുടുംബക്കാർക്ക് ആർക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കൊന്നും അങ്ങനെ ഒരു സംഭവം അവർ കേൾക്കണ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതൊക്കെ വല്ല സിനിമയിലും കണ്ടതുമൊക്കെ ഉള്ളൂ പഴയ. അല്ലാതെ ഇവർക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞു. കോട്ടയത്ത് ആ കുട്ടിയെ പരിചയമുണ്ട്. കോട്ടയം വേറെ ഫാമിലിയായിട്ടൊന്നും ബന്ധമില്ല. നവീനാണോ? നവീൻ മറ്റേ എൻ്റെ ഹസ്ബൻഡല്ലേ. ആ ഒരു കേറാപ്പിൽ അറിയാം. ഇവിടെയാണ് 3-ാം വീട്ടിൽ അവിടെയാണ് അവർ താമസിച്ചത്. പക്ഷേ ആ അച്ഛനും അമ്മയായിട്ട് അതിനൊക്കെ അടുപ്പം പോലും ഇല്ല എന്നാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ നവീനാണ് ഇതിൻ്റെ ബ്രെയിൻ. പുള്ളിയായിരിക്കും അവരെ ഇതൊക്കെ ഈ കുട്ടിയെ, പാവപ്പെട്ട കുട്ടിയില്ലേ, അപ്പം പറഞ്ഞ് പ്രേരിപ്പിച്ചു എന്തോ. അത് നമ്മുടെയൊക്കെ ഊഹമാണ്, എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അത് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്, പോലീസിലുണ്ട്. അവരന്വേഷിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അത് തെളിഞ്ഞു വരട്ടെ എന്നത് പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങളെ സന്തോഷം, നിങ്ങളെ വന്ന് ആവശ്യപ്പെട്ടതിൽ. അല്ലാതെ നാട്ടുകാരുടെ അവരുടെ ആർക്കും ഒന്നും പറയാനില്ല. നമുക്ക് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്കിവിടെ വീട്ടുകാരോട് ചോദിക്കാം. അപ്പുറത്ത് തുറന്നിടാത്ത കാര്യം ഒറ്റ കാര്യമാണ്, അവരറിഞ്ഞിട്ടില്ല. അറിഞ്ഞു എങ്കിൽ ഞങ്ങളെല്ലാം തുറന്ന് അവിടെ തന്നെ ഉണ്ടാകും.
ഇതിപ്പോൾ അറിയാത്ത സാഹചര്യത്തിൽ നമ്മളായിട്ടൊരു വീണ്ടും ഒരു കുഴപ്പമുണ്ടാക്കി വയ്ക്കില്ല. അതുകൊണ്ടാണ് ഈ സഹോദരിയുടെ വീടാണ്, കുട്ടിയുടെ അമ്മായിയുടെ. അത് ഞങ്ങളിവിടെ തന്നെ നിൽക്കുകയാണ്, സഹകരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.